പ്രിയപ്പെട്ട മുസ്ലിമേ, തിന്നുന്ന പാത്രത്തിൽ നീ വേസ്റ്റ് വെക്കല്ല്, തിന്നുന്ന പാത്രത്തിൽ നീ വേസ്റ്റ് വെക്കല്ല്. ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും നിന്നെ ശപിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയാൽ നാളെ നിനക്ക് ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയാൽ എന്റെ പ്രിയമുള്ളവരെ, ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? എന്റെ പ്രിയമുള്ളവരെ, മൻ ഹാഫള അലാ സുന്നത്തിൻ അക്റമഹുല്ലാഹു ബി അർബഅതി ഹിസാൽ. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയവർ, അല്ലാഹുവേ പടച്ചവനെ, റസൂലുള്ളാഹിയുടെ ഒരു സുന്നത്തെങ്കിലും ഞാൻ അനുസരിക്കും ഉസ്താദ്, ഞാൻ കാണുന്നവർക്ക് പറഞ്ഞു കൊടുക്കും ഉസ്താദ്. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ? അൽ മഹബ്ബത്തു ഫീ ഖുലൂബിൽ ബററാ. അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹു ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, പടച്ചറപ്പ് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹുവേ ഒരു സ്ഥാനം കൊടുക്കുകയാ. പള്ളിയിലെ ഇമാമിന്റെ അടുക്കൽ വന്ന് ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞോ, ഉസ്താദ് പറയും ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കിടയിലെ ഏറ്റവും നല്ലവരാ. പടച്ചവരെ, പ്രായമുള്ളവരോട് പറഞ്ഞാൽ നിന്നെ കുറിച്ച് നല്ല അഭിപ്രായമാ. എന്റെ പ്രിയമുള്ളവര്, എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിൽ നിനക്കൊരു സ്ഥാനം കിട്ടുകയാണ്. നിന്നെ എല്ലാവരും ബഹുമാനിക്കും, നിന്നെ എല്ലാവരും ആദരിക്കും. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മോനെ, മുടിയൊന്ന് നല്ലതുപോലെ വെട്ടാൻ കഴിയുമോ? മുടിയൊന്ന് നല്ലതുപോലെ വെട്ടാൻ കഴിയുമോ? ആണുവല്ല പെണ്ണുവല്ല. പടച്ചവനെ, ഇന്നത്തെ ചെറുപ്പക്കാര് അവന്റെ തല കണ്ട ആണാണോ പെണ്ണാണോ? ആണും പെണ്ണും കെട്ട രീതിയിൽ ജീവിക്കുന്ന ചെറുപ്പക്കാര് നമ്മൾ പറയാറുണ്ട് 9. അതിനേക്കാളും മോശമായ ജീവിതം നയിക്കുന്നവരാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാര്, ഒരു മനുഷ്യനും നിന്നെ കുറിച്ച് നല്ലത് പറയൂലടാ, ഒരാളും നിന്നെ കുറിച്ചൊരു നല്ലത് പറയൂല. ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്തും നിനക്കൊരു സ്ഥാനമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കുമെന്ന് തീരുമാനമെടുത്തോ, നിനക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ മനസ്സിന്റെ ഉള്ളിൽ എന്നും നിനക്ക് സ്ഥാനമോ. നിന്നെ എല്ലാവരും ബഹുമാനിക്കുകയാ. 2, അൽ ഹൈബത്തു ഫീ ഖുലൂബിൽ ഫുജറ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, താടി വളർത്തടാ പൊന്നുമോര്, മോനെ താടി വളർത്തിക്കോ പൊന്നുമോര്, തൊപ്പിയിട്ടോ പൊന്നുമോര്, ചുപ്പ ധരിച്ചോ പൊന്നുമോര്, ഫർദയും ഹിജാബും ഇട്ട് നടന്നോ പൊന്നുമോള്. തീവ്രവാദിയാണ് ഭീകരവാദിയാണെന്ന് വിളിച്ചാലും നീ പേടിക്കണ്ടോ. കാരണം അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആരൊക്കെ നിന്നെ എന്തൊക്കെ പറഞ്ഞാൽ നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിനകത്ത് നിന്നെ കുറിച്ച് വല്ലാത്ത പേടിയാ. മോനെ, നിന്നെ തീവ്രവാദി എന്ന് വിളിച്ചാൽ ആ വിളിക്കുന്നവന്റെ ഹൃദയത്തിനകത്ത് നിന്നെ കുറിച്ചുള്ള പേടിയാ. അവന്റെ മുട്ടിടിക്കും ചെറുപ്പക്കാരാ. നിന്റെ ശത്രുവിന് നിനക്ക് പേടിയാണോ? നിന്റെ ശത്രുവിന് നിന്നെ വല്ലാത്ത പേടിയാ. ആരൊക്കെ വന്നാലും നീ പേടിക്കണ്ട. പടച്ചറപ്പിനെ അല്ലാതെ ഈ ലോകത്തൊരു മഖ്ലൂഖിനെയും നീ ഭയപ്പെടേണ്ട. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയാൽ അങ്ങനെ. എന്റെ പ്രിയപ്പെട്ട യുവത്വേ, കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ, മോനെ, ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാ. പടച്ചവനെ, ഒരു ചെറുപ്പക്കാരൻ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കുന്ന മനുഷ്യനോ. പടച്ചവനെ, യൂറോപ്പിന്റെ ഭരണാധികാരികൾ മുഴുവനും വിളിക്കുകയാണ്. രാജകൊട്ടാരത്തിലേക്ക് വിരുന്നിന് ചെന്നു. ഇബ്നു ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, അല്ലാഹുവേ, രാജാക്കന്മാരെ മുഴുവനും കൊട്ടാരത്തിൽ ഒരുമിച്ച് കൂടി. കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു, കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ബിസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയോ. എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആമിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ
കയ്യിൽ നിന്ന് അല്പം ഭക്ഷണം താഴെ വീഴുകയാണ്. ഒരൽപ്പം ഭക്ഷണം താഴെ വീടോ. ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കുന്ന ചെറുപ്പക്കാർ, താഴെ വീണ ഭക്ഷണം ഇടത് കൈ കൊണ്ടെടുക്കുകയോ, താഴെ വീണ ഭക്ഷണം ഇടത് കൈ കൊണ്ടെടുക്കുകയോ, എന്നിട്ട് വൃത്തിയാക്കി പാത്രത്തിലിട്ടിട്ട് വലത് കൈ കൊണ്ട് വാരി അങ്ങോട്ട് കടിക്കുമ്പോ രാജാക്കന്മാര് മുഴുവനും വെറുപ്പോടെ നോക്കുകയാ. എല്ലാവരും വെറുപ്പോടെ അറപ്പോടെ നോക്കുമ്പോ അതാ രാജാവ് ചോദിക്കുന്നു, അമീറേ, എന്തിനാടാ വേസ്റ്റ് വാരി തിന്നുന്നത്? എന്തിനാ ദാരിദ്ര്യം കാണിക്കുന്നത്? ഈ ഇരിക്കുന്നത് മുഴുവനും നിനക്ക് തിന്നാനുള്ളതല്ലോ. പട്ടിണിയൊക്കെ നിന്റെ നേതാവിന്റെ നാട്ടിലല്ലോ. എന്തിനാ നീ എച്ചിരി വാരി തിന്നുന്നത്? എല്ലാവരുടെ മുന്നിൽ വെച്ച് രാജാവ് അങ്ങോട്ട് ചോദിക്കുമ്പോ ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ ചാടിയെഴുതേറ്റ് തന്റെ പുറകിൽ കിടന്ന വാള് വലിച്ചോട് യൂറോപ്പിന്റെ ഭരണാധികാരിയുടെ നെഞ്ചത്തേക്ക് നീട്ടിയിട്ട്, എടാ പമ്പര വിട്ടി, നിനക്കൊക്കെ വേണ്ടി എന്റെ പ്രവാചകന്റെ സുന്നത്ത് കളയാ. എടാ വിട്ടികളെ, നിനക്കൊക്കെ വേണ്ടി എന്റെ പ്രവാചകന്റെ സുന്നത്ത് കളയാ. എന്നെ കൊണ്ട് കടിയില്ലടാ എന്ന് രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുന്നിലിരുന്നിട്ട് വാളുയർത്തിയിട്ട് പറഞ്ഞെങ്കിലോ അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, എന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയ നീ ആരുടെ മുന്നിലും ഭയപ്പെടണ്ട, നീ ആരുടെ മുന്നിലും ഭയപ്പെടണ്ട. നിന്നെക്കാളും എത്ര കഴിവുള്ളവനാകട്ടെ, പവറുള്ളവനാകട്ടെ, മോനെ, അവന്റെ ഹൃദയത്തിനകത്ത് നിന്നെ വല്ലാത്ത പേടിയാ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയോ, ഇന്ന് മുതൽ പ്രവാചകന്റെ ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ ഹയാത്താക്കുമെന്ന് തീരുമാനമെടുത്ത മുസ്ലിമേ, നിനക്ക് അല്ലാഹു ദാരിദ്ര്യം തരില്ല. ഒരാളുടെ മുന്നിലും പോയി കൈനീട്ടേണ്ട ഗതികേട്, ഒരാളുടെ മുന്നിലും പോയി യാചിക്കേണ്ട ഗതികേട്. പടച്ചവരെ, കഴിക്കാ ഭക്ഷണമില്ലെന്ന് പറഞ്ഞു അല്ലാഹുവേ കടന്ന് നിലവിളിക്കേണ്ട ഒരവസ്ഥ, ഹറാമ് തിന്നേണ്ട ഒരവസ്ഥ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയ അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, അല്ലാഹു നിന്റെ റിസ്കിൽ ബറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പെൺമക്കള് വളർന്നു സ്ഥാതു എത്തിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലെന്ന് നീ ഭയപ്പെടണ്ട. എന്റെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞ് ഭയപ്പെടണ്ട. നിന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കുകയാ. എന്നാലേ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കുന്നവര് മനുഷ്യര് പണച്ചറപ്പ് കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലമെന്ത്? ഈ പാതിരാത്രി വഅദിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന ഓരോ മനുഷ്യന്റെയും മനസ്സിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ മോഹമെന്താ? മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാ കൊതിക്കുന്നവരോ? എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയ അല്ലാഹു നിന്റെ ദീൻ ഉറപ്പിക്കും ചെറുപ്പക്കാരാ. അല്ലാഹു നിന്റെ ഈമാൻ ഉറപ്പിച്ചു തരികയോ മോനെ. ഒരുത്തന്റെ മുന്നിൽ മടിപതറാത്ത ഈമാൻ അല്ലാഹു തരും ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരോട്, പെൺമക്കൾക്ക് റസൂലുള്ളാഹിനെ പഠിപ്പിച്ചു കൊടുക്കൂ, പ്രവാചകന്റെ ജീവിതം പഠിപ്പിച്ചു കൊടുക്കൂ. കണ്ടവന്റെ പുറകെ നിന്റെ പൊന്നുമോളോടൂല, ഇസ്ലാമിനെ നാണം കെടുത്തിയിട്ട് പോകൂല. വരുന്നവനോട് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന മക്കളായി മാറും ചെറുപ്പക്കാരാ. ഈമാൻ വേണ്ടേ? മഹാനായ സയ്യിദുനാ ബിലാൽ ഏത് ഈമാനം നിറയുവോ? പടച്ചവരെ, ബിലാൽ തങ്ങളുടെ കഴുത്തിൽ കയറ് കെട്ടിക്കെട്ട് മക്കയുടെ തെരുവിലൂടെ പടച്ചവരെ കുട്ടികളെ വലിച്ചിടച്ചുകൊണ്ട് നടക്കുമ്പോഴും ബിലാൽ തങ്ങൾ വിളിച്ചു പറഞ്ഞതല്ലാഹു വഹദു. പടച്ചവരെ, ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റി പടുത്തു കിടക്കുന്ന മലലാരുണ്യത്തിലെ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറുകൊണ്ട് ഉത്തുപത്തും ശൈബത്തും ക്രൂരമായി തല്ലുമ്പോ അല്ലാഹു
അല്ലാഹുവേ ദാഹിച്ച് തൊണ്ട പറ്റികെട്ട് വെള്ളത്തിന് കിടന്ന് യാചിക്കുമ്പോ ഒട്ടകത്തിന്റെ മൂത്രമെടുത്തു കൊണ്ടുവന്ന് ബിലാൽ തങ്ങളുടെ വായിലേ കുടിച്ചു കൊടുക്കുമ്പോ ആ സമയത്തും അവിടെ കിടന്ന് പറഞ്ഞത് അല്ലാഹു വഹദു, ഒന്നുകിൽ നീ ഇസ്ലാമിൽ നിന്ന് തിരിച്ചു വരണം, അല്ലെങ്കിൽ കാഫിറിനെ പോലെ ചാകട എന്ന് പറഞ്ഞു. പഠിച്ചവരെ തന്റെ നേതാക്കന്മാരിട്ട് തല്ലിച്ചതച്ചപ്പോ ബിലാൽ തങ്ങളെ തോറ്റുകൊടുത്തില്ല. ചെറുപ്പക്കാരാ, ആ ഇമാമേടോ പോരോ, ആ ഇമാമേടോ പോരോ. രാത്രി ഒഴുകി വന്ന പെങ്ങള് ഒരുത്തന്റെ മുന്നിലും പതറാത്ത തുണ്ടം തുണ്ടമായി വെട്ടി മുറിച്ചാൽ മുറിക്കുന്നവന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ഇമാമേടോ. എന്റെ പ്രിയമുള്ള മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനെ മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോ ഒരു ഭാര്യയെയും ഭർത്താവിനെയും പടച്ചവനെ ഖുറൈശികളെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുകയാ. ശരീരത്തിലെ വസ്ത്രം മുഴുവനും അടിച്ചു മാറ്റിയിട്ട് ഒരാണിനെയും പെണ്ണിനെയും മരുഭൂമിയിലിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. ആരെയും അറിയുമോ? മഹദി സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പടച്ചവരെ രണ്ടുപേരെയും ഇട്ട് തല്ലിച്ചതയ്ക്കുകയാ. അല്ലാഹുവേ, എന്തേ കാരണമെന്നറിയുമോ? മുസ്ലിമായതിന്റെ പേരിലോ അവസാനം പടച്ചവരെ സുമയ്യ ബീവിയുടെ ഭർത്താവിന്റെ കൈകാല് കെട്ടിക്കെട്ട് തലകീഴായിട്ട് കത്തുന്ന തീക്കകത്തേക്ക് ഇങ്ങനെ ഇറക്കി നിർത്തിയിരിക്കുകയാ. കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് തലകീഴായി കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. അല്ലാഹുവേ, സുമയ്യ ബീവി നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ പച്ചയിറച്ചി നിന്ന് കത്തുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനും ഉസ്മാൻ തങ്ങളും നോക്കുമ്പോ ആ കാഴ്ച കാണുകയാ. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണത്തോട് മല്ലടിക്കുന്ന കാഴ്ച കണ്ടപ്പോ, പച്ചയിറച്ചി നിന്നിങ്ങനെ കത്തുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഓടി വന്നിട്ട് തീക്കകത്ത് നിന്ന് വെളിയിലേക്ക് തള്ളിയിടുകയാ. ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് എല്ല് വെളിയിൽ കാണുന്ന രീതിയിലോ പടച്ചവര് സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ യാസിർ റളിയല്ലാഹു തആല അൻഹു പടച്ചവര് അവരിങ്ങനെ ഇരിക്കുമ്പോ തന്റെ പൊന്നാര മകന്റെ മുന്നിലിട്ടാണ് പീഡനം നടക്കുന്നത്. ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ടിരിക്കുന്ന സ്വഹാബിയുടെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നപ്പോ അവിടുന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെയാണോ നബിയേ? ശരീരത്തിലൊന്നും തടവാൻ പോലും കഴിയുന്നില്ലോ. കത്തിക്കഞ്ഞിരിക്കുന്ന ശരീരത്തിന്റെ ചാരത്തിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ കരയണ്ട, നീയും നിന്റെ ഭാര്യയും നിന്റെ പൊന്നുമോട് സ്വർഗത്തിലാ. പറയേണ്ട താമസമുണ്ടല്ലോ, സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ശരീരത്തിലെ വസ്ത്രം മുഴുവനും അടിച്ചു മാറ്റി ശത്രുക്കളെ ക്രൂരമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, സുമയ്യ, നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാ. പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് അവിടുന്ന് പറഞ്ഞു, തോറ്റുകൊടുക്കല്ലേ. ഇവന്മാര് കൊന്നാലും ഇവന്മാര് തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാല് അല്ലാഹുവിനെ വലിച്ചെറിയല്ലോ, ഇസ്ലാമിനെ വലിച്ചെറിയല്ലോ. പടച്ചറപ്പാട് വരുത്. അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയോ. അല്ലാഹുവേ, മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിന് ധൈര്യം കൊടുക്കുന്നത് കണ്ടപ്പോ അബൂജഹലിനെ സഹിച്ചില്ല. ഒരു പഠിപ്പിച്ച കമ്പിയെടുത്തിട്ട് സുമയ്യ ബീവിയുടെ നട്ടെല്ലിന്റെ ഭാഗത്തുകൂടെ കുത്തിയിറക്കുകയാണ്. അടിവയറ് തുളച്ചിട്ട് കമ്പി വെളിയിൽ വന്നു. സുമയ്യ ബീവി മരുഭൂമിയിലേക്ക് കമഴ്ന്നു വീഴുകയോ. ആ കിടപ്പില് കിടന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, തോറ്റുകൊടുക്കല്ലേ. ഇവന്മാര് നമ്മളെ എന്തൊക്കെ ചെയ്താൽ അല്ലാഹുവിനെ വലിച്ചെറിയല്ലേ.
അബൂജഹൽ കഴുത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് സുമയ്യ ബീവിയുടെ കഴുത്ത് മണ്ണിലേക്ക് ചവിട്ടി താക്കുകയാ. അപ്പോഴും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ധൈര്യം കൊടുക്കുകയോ. സുമയ്യ ബീവി പറഞ്ഞു, അല്ലാഹു വഹദ്. അബൂജഹലിനെ സഹിച്ചില്ലോ. ആ കമ്പി വലിച്ചൂരിയിട്ട് സുമയ്യ ബീവിയെ പിടിച്ച് മലർത്തി കിടത്തിയിട്ട് ഗുഹ്യഭാഗത്തേക്ക് കമ്പി കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചെടുത്തപ്പോഴും ആ സുമയ്യ ബീവി വിളിച്ചു പറഞ്ഞത് അല്ലാഹു വഹദ്. ഈമാൻ വേണം മോര്. ഈമാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? ഏതെങ്കിലും ഒരു സിനിമാ താരത്തിനെ കാണുമ്പോ മറക്കുന്ന ഈമാനല്ല. ഒരു തൊലിവെളുപ്പുള്ള പെണ്ണിനെ കാണുമ്പോ പടച്ചറപ്പിനെ വലിച്ചെറിയുന്ന ഈമാനല്ലോ. നിങ്ങളെ ഇന്നലെ കണ്ടവന്റെ പുറകെ വിളിച്ചോടുന്ന പെണ്ണ് മോളെ, ആ ഈമാനല്ലോ. തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചിട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയുന്നവർ ഈമാൻ വേണോ? റസൂലുള്ളാഹിയുടെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയോ? അല്ലാഹു നിനക്ക് തരുന്ന നാലാമത്തെ പ്രതിഫലം പടച്ചറപ്പ് നിന്റെ ഈമാൻ ഉറപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, അല്ലാഹുവേ, ആ ഈമാൻ തരണേ അല്ലാ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. ആഗ്രഹമില്ലേ ചെറുപ്പക്കാരോ? ഞാനും നിങ്ങളും എല്ലാവരും ജനിച്ചപ്പോ, നമ്മളെ ഉമ്മ നമ്മളെ പ്രസവിച്ചപ്പോ ശപിക്കപ്പെട്ട ലാനത്താക്കപ്പെട്ട ശൈത്താനുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ നുള്ളിയിട്ട് നമ്മളെ കരയിപ്പിക്കുകയോ. പിഞ്ചു കുഞ്ഞായ ഞാനും നിങ്ങളും കരയുന്നത് കണ്ടിട്ട് അവൻ അടുത്തു നിന്ന് ചിരിച്ചു. ചെറുപ്പക്കാരാ, ഇവന് കരയുന്ന ഒരു സമയമുണ്ടടാ. നമ്മളെ കരഞ്ഞ സമയത്ത് അവന് ചിരിച്ചവരോ അവനെ കരയിപ്പിക്കണം പൊന്നുമോരോ. അവനെ നെഞ്ചു പൊട്ടികട്ടെ കരയിപ്പിക്കണം പൊന്നുമോരോ. എപ്പോഴും അറിയുവോ, ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന സമയത്ത് മലക്കുൽ മൗത്ത് വിളിച്ചു കൊണ്ടുപോകാ കടന്നു വരുന്ന സമയത്ത് അവന് മരിച്ചുപോയ മാതാപിതാക്കളുടെ രൂപത്തിലോ ആ മനുഷ്യനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തിലോ കയ്യിൽ വെള്ളം പിടിച്ചുകൊണ്ട് കവിളിന്റെ ഭാഗത്തേക്ക് ചുണ്ടിന്റെ ഭാഗത്തേക്ക് വെള്ളം കൊണ്ടുവന്നിട്ട് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ. വാപ്പയാടാ പറയുന്നത്, ഉമ്മയാടാ പറയുന്നത്, കൂടെ പറപ്പാടാ പറയുന്നത്. നിനക്ക് കുടിക്കാ വെള്ളം ഞാൻ തരോ. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നരകത്തിന്റെ അവകാശിയാക്കാ പരിശ്രമിക്കുമ്പോ പോടാ എന്ന് പറഞ്ഞിട്ട് അവനെ തള്ളിക്കളഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞിട്ട് മരിക്കണ്ടോ? നീ പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് പച്ചപ്പറവയെ പോലെ പറന്നു പോകുന്നത് കണ്ടിട്ട് ആ ശപിക്കപ്പെട്ടവൻ നിന്റെ മയ്യത്തിന്റെ ചാരത്ത് നിന്നിട്ട് നെഞ്ചു പൊട്ടിയിട്ട് കരയുന്നത് കാണണ്ടേ മോരെ? അവര് കരയുന്ന സമയത്ത് നിനക്ക് പുഞ്ചിരിക്കണ്ടേ ചെറുപ്പക്കാരോ? കരുണയുള്ള അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, അങ്ങനെ ഒരു മരണം തരണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, പാവങ്ങളെ സഹായിക്കുക എന്നവരെ ലക്ഷ്യമല്ലാതെ ഒരു ലക്ഷ്യവും ഈ പാവങ്ങൾക്കില്ലോ. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരികയാ. ഒന്ന് ചോദിച്ചാ മതി, ഒരേ ഒരു അഭിലാഷം പറഞ്ഞാ മതി. നിന്റെ കയ്യിൽ ഇരിക്കുന്നതിൽ ഒരു നല്ല സദഖ എടുക്കുമ്പോ നീ അല്ലാഹുവോട് ഒന്ന് പറഞ്ഞാ മതി, അല്ലാഹുവേ എനിക്കൊരു നല്ല മരണം തരണേ അല്ലാഹ്. എനിക്ക് മരിക്കുന്ന സമയത്ത് ശൈത്താനിനെ കരയിപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോട് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തന്റെ ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിക്കുന്ന മക്കൾക്ക് നാളെ ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആർക്ക്? തനിക്ക് ജന്മം നൽകിയ വാപ്പയെയും ഉമ്മയെയും സ്നേഹിക്കുന്ന മക്കൾ,
തന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ, ആ മക്കൾക്ക് നാളെ ഫിർദൗസ് ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം, ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. നമ്മുടെ ഉമ്മയുടെയും വാപ്പയുടെയും മനസ്സ് വേദനിപ്പിച്ച നീ ഒരിക്കലും രക്ഷപ്പെടൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മയുടെ കാൽച്ചുവട്ടിൽ ആ സ്വർഗം കിടക്കുന്നു. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സ്വഹാബി കടന്നു വന്നിട്ട് ചോദിച്ചു, നബിയെ, വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട്, ഏറ്റവും കൂടുതൽ കടമ ആരോടാ? അള്ളാന്റെ റസൂല് പറഞ്ഞു, നിന്റെ ഉമ്മയോടാ. രണ്ടാമത് ആരോടാ നബി? ഉമ്മയോടാ. മൂന്നാമത് ആരോടാ നബിയെ? ഉമ്മയോടാ. നാലാമത് ആരോടാ നബിയെ? വാപ്പയോടാ. 3 പ്രാവശ്യം പറഞ്ഞത് ഉമ്മ. കാരണം ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ. നിന്നെ ചുമന്നത്, നിന്റെ ചുമലിലേക്ക് നിന്റെ ഭാര്യ കൈയെടുത്ത് വെച്ച് ഒരു 5 മിനിറ്റ് എത്തിയാ നീ പറയും എടുക്കാൻ. സ്വന്തം ഭാര്യ, സ്വന്തം മക്കള് ഒരു 5 മിനിറ്റ് തോളി കൈവച്ചാ നമ്മൾ പറയുന്നത് എടുത്തു മാറ്റുന്നത്. എന്നാ 9.5 മാസം നിന്റെ ഉമ്മ വയറ്റിലിട്ടിട്ട് നിന്നെ ചുമന്നു. ആ പാപത്തിനൊരു മടിയും തോന്നിയില്ല. എല്ലാരും കല്യാണത്തിന് പോയി, ഉമ്മയ്ക്ക് പോകാൻ പറ്റൂല. എല്ലാരും ഭക്ഷണം കഴിക്കുന്നു, വയറ് നിറച്ച്. നിന്റെ ഉമ്മയ്ക്ക് കഴിക്കാൻ പറ്റണില്ല, ഉമ്മയ്ക്ക് നടക്കാൻ വയ്യ. എന്തിന്? ഒന്ന് നേരെ കടക്കാൻ പോലും വയ്യ. നിന്നെ ചുമന്നുകൊണ്ട് നടന്നത് നിന്റെ ഉമ്മയാ. എന്റെ പ്രിയമുള്ളവരെ, മരണവേദനയുടെ വേദനയെന്നൊന്ന് പ്രസവിച്ചത് നിന്റെ ഉമ്മ തന്നെയാ. അല്ലാഹുവേ, പടച്ചവനെ, നിനക്ക് പ്രായമാകുന്നത് വരെ 2 വയസ്സാകുന്നത് വരെ പാല് തന്ന് വളർത്തിയതും നിന്റെ ഉമ്മയാ. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മ, അല്ലാഹുവേ പടച്ചവനെ, ഉമ്മാന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം. വാപ്പയ്ക്ക് സ്ഥാനമില്ല എന്നല്ല, വാപ്പയ്ക്ക് സ്ഥാനമില്ല എന്നല്ല. വാപ്പയാരെന്നറിയോ? വാപ്പയാരെന്നറിയുമോ? സ്വർഗത്തിന്റെ മധ്യവാതിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ വാപ്പ സ്വർഗത്തിന്റെ മധ്യവാതിൽ, ഉമ്മയുടെ കാൽച്ചുവട്ടിൽ സ്വർഗം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മാനെ ചീത്ത വിളിക്കുന്ന എത്ര മക്കളുണ്ട്! ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കൾ, ഉമ്മാനെ തല്ലുന്ന മക്കൾ, ഉമ്മാനെ വിളിക്കുന്നത് കിളവി. മിണ്ടാതെ അവിടെ കാണാൻ മൂലയിൽ ഇരുന്നോണം. ഉമ്മാനോട് പറയാ, പടച്ച റബ്ബേ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന എത്രയോ മക്കൾ. എങ്ങനെ കഴിയുന്ന മുസ്ലിമെ, എങ്ങനെ കഴിയുന്ന മനുഷ്യ! എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഉമ്മ കൊട്ടാരം പോലെ നീ വിവാഹം കഴിച്ചു, നിനക്കൊരു ജോലിയായി, ഒരു സുന്ദരിയായ പെണ്ണിനെ കിട്ടി, വലിയ വീടൊക്കെ വെച്ചപ്പോ നിന്റെ ഉമ്മ നിന്റെ വീടിനകത്തൊന്ന് ബോധമില്ലാതെ കടന്നൊന്ന് മൂത്രമൊഴിച്ചു, ഒന്ന് കാഷ്ടിച്ചു. നിന്റെ ഉമ്മ അറിയാതെ നിന്റെ വീടിനകത്തൊന്ന് കാറി തുപ്പിയപ്പോ നീ നിന്റെ ഉമ്മാനെ ചീത്ത വിളിച്ചില്ലേ മോനെ? നിന്റെ കൊട്ടാരം പോലെ പണിത് വെച്ചിരിക്കുന്ന വീട്ടിനകത്ത് നിന്റെ ഉമ്മയൊന്ന് തുപ്പിയപ്പോ അറിഞ്ഞോണ്ടല്ലോടാ, അറിയാതെ ആ പാവം രോഗം പിടിച്ച് കിടക്കുമ്പോ നിന്റെ ഉമ്മയൊന്ന് തുപ്പിയപ്പോ, ഒന്ന് മലമൂത്ര വിസർജനം നടത്തിയപ്പോ നീ ഉമ്മാനെ വഴക്ക് പറഞ്ഞില്ലേ മോനെ? എടാ, നീ എത്ര പ്രാവശ്യം നിന്റെ ഉമ്മാന്റെ മടി കിടന്ന് മൂത്രമൊഴിച്ചു? ഞാനും നിങ്ങളും നമ്മുടെ ഉമ്മാന്റെ മടി കിടന്ന് മൂത്രമൊഴിച്ചില്ലേ? ഉമ്മാന്റെ ശരീരത്തിലൂടെ വിസർജിച്ചില്ലേ? ഉമ്മ സ്നേഹത്തോടെ എടുത്ത് തോളി വെച്ചപ്പോ ഞാനും നിങ്ങൾ ഉമ്മാന്റെ തോളിലൂടെ എത്ര പ്രാവശ്യം, ഉമ്മാന്റെ മുടിയിൽ, ഉമ്മാന്റെ മുഖത്ത് എത്ര പ്രാവശ്യം ഞാനും നിങ്ങൾ ഛർദിച്ചു? ഉമ്മ നമ്മളെന്തെങ്കിലും പറഞ്ഞോ മനുഷ്യ? ഉമ്മ എന്തെങ്കിലും നമ്മളെ പറഞ്ഞോ? മോനെ എന്ന് പറഞ്ഞ് നെഞ്ചത്തോട് ചേർത്ത് വെച്ച ആ പാപത്തിന് നിനക്കെങ്ങനാ മനുഷ്യ വേദനിപ്പിക്കാൻ കഴിയുക? ആ പാപത്തിന് നിനക്ക് എങ്ങനെ തല്ലാൻ കഴിയുന്നു? എങ്ങനെ ചീത്ത വിളിക്കാൻ കഴിയുന്നു? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കരുത്, ഉമ്മയുടെയും വാപ്പയുടെയും മനസ്സ് വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ച മോനെ, അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സ്നേഹത്തോടെ പറയുകയാ, സഹോദരിമാർക്ക് ഭർത്താവിന്റെ ഉമ്മാനെ ഇഷ്ടമല്ല, ഭർത്താവിന്റെ ഉമ്മാനെ ഇഷ്ടമല്ല. പെണ്ണുങ്ങൾ എങ്ങനെയെങ്കിലും ഭർത്താവിനെയും ഉമ്മാനെയും തമ്മിലടിപ്പിക്കാനാ നോക്കുന്നത്. പെണ്ണെ, സ്വന്തം ശവക്കല്ലറ തോണ്ടല്ല പെങ്ങളെ. നീ നിന്റെ ഭർത്താവിനെയും ഭർത്താവിന്റെ ഉമ്മേനെയും തമ്മിലടിപ്പിച്ച് പിണക്കിയാൽ അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? നിന്റെ ഭർത്താവിന്റെ ആയുസ് അള്ളാഹു കുറച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളുടെ ആയുസ് അള്ളാഹു വെട്ടിക്കുറയ്ക്കും. മക്കളുടെ ആയുസ് അല്ലാഹു വെട്ടിക്കുറയ്ക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഉമ്മാനെയും അപ്പാനെയും സ്നേഹിച്ചാൽ
അവർക്ക് ഖിദ്മത്ത് ചെയ്താൽ, സ്നേഹത്തോടെ മാതാപിതാക്കളോട് നിനക്കൊന്ന് പെരുമാറാൻ കഴിഞ്ഞാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു നിന്റെ ആയുസ് നീട്ടിത്തരികയാ. അല്ലാഹു നിന്റെ ആയുസ് നീട്ടിത്തരം ചെറുപ്പക്കാരാ. 2, അല്ലാഹുവിന്റെ പൊരുത്തം നിനക്ക് ലഭിക്കുകയാ. പടച്ചറപ്പിന്റെ പൊരുത്തം നിനക്ക് ലഭിക്കുകയാണ്. 3, നല്ല മരണമാ. ഉമ്മാനെ വേദനിപ്പിക്കല്ലേ. ഉമ്മാനെ സ്നേഹിക്കുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം നല്ല മരണമാണ്. എന്റെ പ്രിയമുള്ളവരെ, 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തിരുന്ന് ഖുർആൻ ഓതുകയാ. സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തിരുന്ന് ഖുർആൻ ഓതുകയാണ്. എല്ലാവരും ആ ഖുർആൻ ഓതൽ ഇങ്ങനെ ആകാംക്ഷയോടെ അത്ഭുതത്തോടെ കേൾക്കുകയാ. മനോഹരമായ ശബ്ദമാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു മലക്കുകളോട്, ആരാ ഈ സ്വർഗ്ഗത്തിലിരുന്ന് ഖുർആൻ ഓതുന്നതാരാ? എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ മലക്കുകളെ. ആ സമയത്ത് പറയുന്നു, നബിയേ, ഹാരിസ് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയോ സ്വർഗ്ഗത്തിലിരുന്ന് ഖുർആൻ ഓതുകയോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആയിഷ, സ്വർഗ്ഗത്തിലിരുന്ന് ഖുർആൻ ഓതുന്ന ഒരു സ്വഹാബിയെ കണ്ടു. ആയിഷ, ആരാരബിയേ? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലിരുന്ന് ഖുർആൻ ഓതുന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലിരുന്ന് ഖുർആൻ ഓതുന്ന ആടിമയാരാ നബിയേ? ആ സ്വഹാബി ആരാ നബിയേ? ഹാരിസ് ഇബ്നു നുഅ്മാൻ. അല്ലാഹു ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയോ? കദാകൽ ബിർറു. ഉമ്മാനെ സ്നേഹിച്ചതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാ. വാപ്പയെ സ്നേഹിച്ചതിന്, ഉമ്മാനെ സ്നേഹിച്ചതിന് പടച്ചറപ്പ് കൊടുത്ത പ്രതിഫലമാ. എന്റെ പ്രിയമുള്ളവരെ, വാപ്പയെയും ഉമ്മയെയും നീ കണ്ണീര് കുടിപ്പിച്ച അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിന്റെ ആയുസ് അല്ലാഹു വെട്ടിക്കുറയ്ക്കും. നിന്റെ ആയുസ് അല്ലാഹു വെട്ടിക്കുറയ്ക്കും. 2, നിന്റെ മക്കള് നിന്നെ വേദനിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മാനെ തല്ലിയിട്ടുണ്ടോ? വാപ്പാനെ ചീത്ത വിളിപ്പിച്ചിട്ടുണ്ടോ? മാതാപിതാക്കളുടെ കണ്ണ് നിറപ്പിച്ചിട്ടുണ്ടോ? രക്ഷപ്പെടൂല വാപ്പാ. നിന്റെ മക്കളും ഇതുപോലെ നിന്നെ കണ്ണുനീര് കുടിപ്പിക്കും ചെറുപ്പക്കാരാ. നിന്റെ മക്കളും നാളെ നിന്നോട് ഇതാണ് ചെയ്യുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാനെയും വാപ്പാനെയും മനസ്സ് വേദനിപ്പിച്ചാ രക്ഷപ്പെടൂല. ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ തരും. പരലോകത്തല്ല, മരണത്തിന് ശേഷമല്ല, ഖബറിനകത്തല്ല. ഈ ദുനിയാവിൽ നിന്ന് കണ്ണടയുന്നതിന് മുമ്പ് അല്ലാഹു നിനക്ക് ശിക്ഷ തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഉമ്മ പറയുന്നതനുസരിക്കടോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ഉമ്മ പോകല്ലേ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകല്ലേ.